ഈ ക്രോസ് എന്ന് പറയുന്നത് ഫുൾ ഫാം കോംപ്രഹെൻസീവ് റൂറൽ ഓപ്പറേഷൻ സർവീസ് സൊസൈറ്റിയാണ്. ഇത് 7 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഭരണസമിതിയും കൂടെ ഉൾപ്പെടുന്നതാണ് ഈ സൊസൈറ്റി. ക്രോസ് കോംപ്രഹെൻസീവ് റൂറൽ ഓപ്പറേഷൻ സർവീസ്. ക്രോസിൻ്റെ കീഴിൽ അവർ പല പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. ചെടികൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്, ചെടികളുടെ പ്രൊഡക്ഷൻ, കൂണുണ്ടാക്കി വിൽക്കുന്നുണ്ട്. ഒരു പലചരക്ക് സൊസൈറ്റി വിലയ്ക്ക് അവർ നടത്തുന്നുണ്ട്. കിടപ്പ് രോഗികൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. മൈക്രോ ക്രെഡിറ്റ് വിമൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈബ്രറി ഉണ്ട് മെമ്പേഴ്സിന്. അവർ നടത്തുന്ന ഒരു ചെറിയ ഷോപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താം ആദ്യം. ഇത് അവരുടെ ഒരു ചെറിയ ഷോപ്പാണ്. പലചരക്ക് കടയാണിത്. ഇവിടെ നിന്ന് കിട്ടുന്ന ലാഭം അവർ കിടപ്പ് രോഗികൾക്കും ക്യാൻസർ ബാധിച്ച് ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്കും സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്നവർക്കും ഒക്കെ ഇവരുടെ കമ്മിറ്റി മെമ്പേഴ്സ് ഫീൽഡിൽ പോവുകയും സർവേ എടുത്ത് യോഗ്യതയായ ആൾക്കാർക്ക് ശരിയായ ബെനിഫിഷ്യറീസിനെ കണ്ടുപിടിച്ച് ബെനിഫിഷ്യറീസിന് സഹായം ചെയ്യുന്നുണ്ട്. ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ലാഭം ചെടി നടത്തുന്നുണ്ട്, ചെടികൾ വെച്ചിട്ടുണ്ട്. ആ ചെടികളിൽ നിന്ന് കിട്ടുന്ന ലാഭം കൂണുണ്ടാക്കുന്നുണ്ട്, കൂണിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഇവയെല്ലാം കൊണ്ടാണ് ഇവർ ഈ സാധുക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പെടുന്നതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതായ ആൾക്കാരുണ്ട്. അവരിവിടെ നിന്ന് സാധനം വാങ്ങുമ്പോൾ 400 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ശരിക്കും ഈ 400 രൂപയുടെ സാധനം അവർ വാങ്ങുമ്പോൾ ഈ സൊസൈറ്റിക്ക് അവരിൽ നിന്നും ഒരു 10 രൂപ പോലും ചിലപ്പോൾ ലാഭം കിട്ടിയെന്ന് വരില്ല. എന്നാൽ അവർ 400 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ അവർക്ക് 1 കിലോ ജയ അരി 45 രൂപയോളമുണ്ട്. അത് 1 കിലോ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അത് വിധവകൾ, വീട്ടിൽ രോഗികളായി കിടക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള വീട്ടിലുള്ളവർക്കാണ് അത് ചെയ്യുന്നത്. പിന്നെ ചെടികൾ വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു മദർ പ്ലാന്റാണിത്. ഈ ചെടി മദർ പ്ലാന്റിൽ നിന്ന് തൈകളെടുത്ത് ഒരു ചെറിയ കവറുകളിലാക്കി 500 1000 ആക്കി ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നല്ലൊരു ഭാഗം സാധുക്കൾക്ക് സഹായം കൊടുക്കുന്നുണ്ട്. ഇത് അവരുടെ മദർ പ്ലാന്റാണ്. ഇതിനെല്ലാം കട്ട് ചെയ്ത് ചെറിയ തൈ കവറുകളിൽ വെച്ച് തൈ വളർത്തി എണ്ണം കൂട്ടി കൊടുക്കുന്നുണ്ട്. ചെടി ഇത് മദർ പ്ലാന്റ് എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ തൈകളെടുത്ത് ഒരു പല സ്ഥലങ്ങളിലായിട്ട് നേഴ്സറി വെച്ചിട്ടുണ്ട്. 1000 2000 ഒക്കെ വന്ന് ഒരുമിച്ച് എടുത്ത് കൊണ്ടുപോകും.
പിന്നെ ആവശ്യക്കാർ ചില്ലറയ്ക്ക് വരും, അവർക്കും കൊടുക്കുന്നുണ്ട്. ഒരു ചെടികൾ വച്ചിരിക്കുന്നതാണ്. വെള്ളം കുറവായതുകൊണ്ട് നനവ് കുറച്ച് വെച്ചിരിക്കുക. ഇതെല്ലാം മഴ പെയ്യുമ്പോൾ വെള്ളം കിട്ടുമ്പോൾ ചേർക്കുള്ളൂ. ഇതൊക്കെ ആവശ്യക്കാരൊന്ന് വാങ്ങും. 50 രൂപ 100 രൂപ ഇതൊക്കെ ചില്ലറയ്ക്ക് വിറ്റു. ഒരു ചെടി വയ്ക്കുന്നതിന് ചിലവ് 10 രൂപയായിരിക്കും, അത് 50 രൂപയ്ക്കും 40 രൂപ ലാഭം കിട്ടും. ആ കിട്ടുന്ന 40 രൂപയും ലേബർ കൂലിയെല്ലാം പോയിട്ട് 40 ലാഭം വരില്ല, വേറെ പകുതിയൊക്കെ കിട്ടും. ആ കിട്ടുന്ന പൈസ ഈ കിടപ്പ് രോഗികൾക്കും മറ്റുമായി സഹായത്തിൻ്റെ തൈകളെടുത്ത് വേഷിപ്പിക്കുന്നതാണ്. പിന്നെ അവർക്ക് കൃഷിയുണ്ട്, ചെറിയ ചെറിയ കൃഷികൾ, ചീര, പച്ചക്കറികൾ പലതരം ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വിറ്റ് കിട്ടുന്ന ലാഭം, ജോലിക്കാർക്ക് ശമ്പളവും കൊടുത്ത് പോയിട്ട് കിട്ടുന്ന ലാഭമെല്ലാം അവർ ഈ സാധുക്കൾക്ക് വേണ്ടി ചിലവഴിക്കും. പച്ചക്കറികൾ വെച്ചിട്ടുണ്ട്, പയർ, ഇതെല്ലാം സൊസൈറ്റി ആയിട്ട് നടത്തുന്നതാണ്. നനവിൻ്റെ കുറവുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നനച്ച് നിൽക്കുമ്പോൾ നല്ല പുഷ്ടിയിലാവും. ഇത്തരത്തിൽ കിട്ടുന്ന ലാഭങ്ങൾ സൊസൈറ്റി 7 കമ്മിറ്റി മെമ്പേഴ്സും പിന്നെ ഒരു ജനറൽ ബോഡിയുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അവർ ശരിയായ ബെനിഫിഷ്യറീസിനെ കണ്ടുപിടിച്ച് അവരെത്തിക്കുന്നു ജനങ്ങളിലേക്ക്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇതേപോലെ ചെറിയ നഴ്സറികൾ വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു പ്രൊഡക്റ്റാണ് കൂണ്. മിത്താങ്ങയിൽ നിന്ന് വിത്തുകൾ വാങ്ങി, കൂണിൻ്റെ വിത്ത് വാങ്ങിച്ച് വൈക്കോലിൽ പാകപ്പെടുത്തി
3 സ്ത്രീകളുണ്ട്. അവർ അതിനെ കൂണാക്കി മാറ്റും. എന്നിട്ട് ഇവിടെ തന്നെ വിൽക്കും. പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് വാങ്ങിക്കാറുമുണ്ട്. അവരുടെ ലേബർ കൂലിയൊക്കെ പോയിട്ട് കിട്ടുന്ന പൈസ ആ ലാഭവും ഈ ക്യാൻസർ ബാധിതർക്കും മറ്റ് കിടപ്പ് രോഗികൾക്കും 60 വയസ്സ് കഴിഞ്ഞ പ്രത്യേകിച്ച് വിധവകൾക്കും ഓൾഡ് ഏജ് പീപ്പിൾസിനൊക്കെ അവർ പലതരത്തിൽ അരിയായിട്ടും ചികിത്സാ സഹായമായിട്ടും പലതരത്തിൽ അവർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് പ്രവർത്തിക്കുന്നത് പുന്നലാലാണ്. സൊസൈറ്റിയുടെ ഷോർട്ട് നെയിം ക്രോസ് എന്നാണ്. ശരിയായ പേര് ക്രോസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേരാണ് കോംപ്രഹെൻസീവ് റൂറൽ ഓപ്പറേഷൻ സർവീസ് സൊസൈറ്റി. അതിൻ്റെ ഷോർട്ടാണ് ക്രോസ്. കോംപ്രഹെൻസീവ് റൂറൽ ഓപ്പറേഷൻ സർവീസ് സൊസൈറ്റി. ചെടികൾ, കൂണ്, പലചരക്ക്. ഇടയിൽ ആരെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്യുകയാണെങ്കിൽ, സംഭാവന ചെയ്യണമെങ്കിൽ അതും സ്വീകരിക്കും. ഈ വർഷം ഒരു പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഇൻകം ജനറേഷൻ പ്രോഗ്രാമായിട്ട് നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വീടുകളിൽ നിന്ന് കവറ്, ഈ ന്യൂസ് പേപ്പറുകൾ വാങ്ങിച്ചിട്ട് അവരുപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ന്യൂസ് പേപ്പർ വാങ്ങി അതിനെ കവറാക്കി പലചരക്ക് കടകളിൽ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 10 സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കവറ്, ഈ പേപ്പറുകൾ വാങ്ങിയിട്ട് കുറഞ്ഞത് ന്യൂസ് പേപ്പർ അവർ വീടുകളിൽ വായിച്ചിട്ട് അതിനെ തൂക്കി കൊടുക്കാറുണ്ട്. അതിനെ കളക്ട് ചെയ്തിട്ട് വീടുകളിൽ പോയി കളക്ഷൻ ചെയ്ത് സെൻറ്ററിൽ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവരവരുടെ വീടുകളിൽ തന്നെ ഏൽപ്പിക്കുക. വീടുകളിലിരുന്ന് ഒരു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നോക്കി വീട്ടിലെ പണികളൊക്കെ ചെയ്തിട്ട് വരുന്ന സമയം ഇവർ ഈ പേപ്പർ ഉപയോഗിച്ച് കവർ നിർമ്മിക്കും. ഹാൻഡ് മെയ്ഡ് കവർ കൈകൊണ്ട് ഒട്ടിക്കാൻ സൊസൈറ്റിയിൽ നിന്ന് ട്രെയിനിങ് കൊടുക്കും. എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്, എങ്ങനെയാണ് മടക്കേണ്ടത്, അതിനെ മടക്കി എങ്ങനെ ഒട്ടിച്ചാൽ കവറായി വരും. അതിന് വേണ്ടത് പശയും തുരിശും മൈദയും ആയിട്ട്, മൈദ തുരിശ് ഉപയോഗിച്ച്, ഈ തുരിശ് ഉപയോഗിക്കുന്നത് ചെതെടുക്കാതിരിക്കാനൊക്കെയാണ്. തുരിശും മൈദയും കൂടി ഒരു പശ ഉണ്ടാക്കി ആ പശയിൽ ബ്രഷ് വെച്ച് ഈ കവറുകളിൽ തേച്ച് അങ്ങനെ കവർ മടക്കാനൊക്കെ അങ്ങനെ കവറാക്കാനും ഇവിടെ നിന്ന് ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന കവറുകൾ സൊസൈറ്റി കളക്ട് ചെയ്തിട്ട് ഈ കവറുകൾ ഓരോ പലചരക്ക് കടയ്ക്കും ഷോപ്പിലും പലതരത്തിൽപ്പെട്ട ഷോപ്പുകളിൽ ഇത് ആവശ്യമുണ്ട് കൊണ്ട് കൊടുത്ത് കിട്ടാവുന്ന മാക്സിമം വിലയ്ക്ക് വിറ്റ് ആ ലാഭം ഈ പ്രൊഡക്ഷൻ എടുക്കുന്നവർക്കും കൊടുത്ത് ബാക്കി വരുന്നത്
കിട്ടുന്ന ലാഭം ഈ ചികിത്സാ സഹായത്തിന് കൊടുക്കാം എന്നുള്ള ഒരു പദ്ധതി ഇപ്പോൾ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അധികം താമസിയാതെ അത് നടപ്പിലാകും. മിക്കവാറും ഈ മാർച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കണമെന്നാണ്. ഇവർ ഈ 10 പേർക്കാണ് ഉദ്ദേശിക്കുന്നത്. 10 സ്ത്രീകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും തൊഴിലില്ലാതെ വീടുകളിലിരിക്കുന്നതും ആയ 10 പേര് സൊസൈറ്റി ബെനിഫിഷ്യറീസിനെ തിരഞ്ഞെടുക്കും. ആരാണ് ഇതിന് യോഗ്യതയായിട്ടുള്ളവരെന്ന് കണ്ടുപിടിച്ച് അവർക്ക് 10 പേർക്ക് കവർ നിർമ്മിക്കാനുള്ള ട്രെയിനിങ് ഇവിടെ നിന്ന് കൊടുക്കും. ഈ പ്രൊഫഷനിൽ നിന്ന് കൊടുക്കും. അങ്ങനെ കിട്ടുന്ന ട്രെയിനിങ് കൊണ്ട് അവരവരുടെ വീടുകളിലിരുന്ന് ചെയ്യുന്നതാണ് ഉത്തമമെന്നാണ് ഭൂരിപക്ഷ കമ്മിറ്റിയുടെ തീരുമാനം. ചിലർ സെൻറ്ററിൽ വരുത്തി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഭൂരിപക്ഷ ആൾക്കാരുടെ അഭിപ്രായം അവരവരുടെ വീടുകളിൽ നിന്ന് ചെയ്തിട്ട് അതിനെ സെൻറ്ററിലേക്ക് കളക്ഷൻ ചെയ്ത് സെൻറ്ററിൽ നിന്ന് സെയിൽസ് ചെയ്ത് ഓർഡർ എടുത്ത് സെയിൽ ചെയ്യുക, അങ്ങനെ ഉദ്ദേശിക്കുന്നു. പിന്നെ ഒരു പുതിയ പ്രൊജക്റ്റ് വരുന്നത് മിക്കവാറും ആൾക്കാർക്ക് ഇതെങ്ങനെയാണ് ഒരു സംഘടന രൂപീകരിക്കുന്നതെന്നും ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു മഹിളാ സമാജം അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു രജിസ്റ്റേർഡ് NGO നൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ് രൂപീകരിക്കേണ്ടതെന്ന് മിക്കവാറും ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ സംഘടിച്ച് 7 പേരടങ്ങുന്ന ഒരു ഭരണസമിതിയും പിന്നെ ഇഷ്ടാനുസരണ ആവശ്യത്തിന് ഒരു പൊതുയോഗ കമ്മിറ്റിയും കൂടെ ചേരുന്നതാണ് ഒരു സൊസൈറ്റി, നൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റി അല്ലെങ്കിൽ മഹിളാ സമാജം എന്നൊക്കെ പറയുന്ന പണ്ട്. ഇപ്പോഴും വിമൻസ് ഓർഗനൈസേഷൻ എന്നിപ്പോഴും പറയും, അതിനെ മഹിളാ സമാജം എന്നും പറയും. അങ്ങനെ ഒരു വിമൻസ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു സംഘടനയോ രൂപീകരിക്കുന്നത് എങ്ങനെയെന്നും അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നെല്ലാം എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കും, ഗവൺമെൻറ് ഈ NGOയ്ക്ക് സഹായിക്കാനുള്ള ഏജൻസികളാർക്ക്, വിദേശങ്ങളിൽ നിന്ന് സഹായിക്കാനുള്ള ഏജൻസികളാർക്ക്, ഇതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് താല്പര്യമുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ വിദേശത്തു നിന്ന് സഹായം പറ്റണമെങ്കിൽ അതിനായിട്ടുള്ള നിയമങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. FCRA വേണം, ഗവൺമെൻറ് ടാക്സ് എക്സംപ്ഷൻ സർട്ടിഫിക്കറ്റുകൾ, ATG ഇങ്ങനെ തുടങ്ങി പല സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട്. അതെല്ലാം എങ്ങനെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്താൽ കിട്ടുമെന്നും എങ്ങനെയൊക്കെ അപേക്ഷിക്കണമെന്നും ഇതിനെ വർഷാവർഷം ആഡിറ്റ് ചെയ്ത് എവിടെ കൊടുക്കണമെന്നും ഇതെവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും സകലവിധമായ ട്രെയിനിങ്ങും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കണമെങ്കിൽ അത് രൂപീകരിക്കാം, എന്നാൽ അത് രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് സൊസൈറ്റി, എല്ലാ ജില്ലയ്ക്കും ഒരു ഡിസ്ട്രിക്ട് സൊസൈറ്റി ഉണ്ട്. എല്ലാ ജില്ലയുടെയും ഡിസ്ട്രിക്ട് സൊസൈറ്റി രജിസ്റ്റർ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിനൊരു ബൈലയുണ്ട്. ആ ബൈല പണ്ടൊക്കെ സൊസൈറ്റിയുടെ അടുത്ത് തന്നെ ഷോപ്പുകളിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പോഴും അങ്ങനെ കിട്ടുമായിരിക്കാം. ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് ഇതെങ്ങനെ രൂപീകരിക്കണമെന്നും മറ്റു ഡീറ്റെയിൽസുള്ള ട്രെയിനിങ് കൊടുത്തിട്ട്
അതാത് സ്ഥലങ്ങളിൽ രൂപീകരിച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യാനുള്ള ബൈല ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്നും കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മറ്റ് സംഘടനകളിൽ നിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ബൈല തയ്യാറാക്കിയെടുക്കാവുന്നത് ചെയ്യാവുന്നതാണ്. അതിനുള്ള പദ്ധതിയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്താണ് ഒരു ചെറിയ തടസ്സം വന്ന് പിന്നീട് ചെയ്യാം.